അങ്ങനെ കാത്തിരുന്ന് സമ്മറായിരിക്കുകയാണ്. ആ വിശേഷങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്താ രസം എന്നറിയുമ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ ഭയങ്കര അടിപൊളി കളർഫുള്ളാണ് എല്ലാ സംഗതികളും കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തൽക്കാലം ജിമ്മിലും അതേപോലെ തന്നെ ഇൻഡോർ വർക്കൗട്ട്സ് ഒന്നും വേണ്ട. ഒരു ചെറിയ ഓട്ടോ ഓടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനും വിഷ്ണുവും കൂടെ ഒരുമിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. പക്ഷേ വഴിയിൽ വെച്ച് ചെറിയൊരു സ്വരച്ചേർച്ചയുടെ പ്രശ്നം വന്നത് കാരണം നമ്മൾ രണ്ടുപേരും രണ്ട് വഴിക്കാണ് ഓടിയത് കേട്ടോ. ഞാൻ ഓടിയ റൂട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരു ലേക്കിൻ്റെ സൈഡിൽ കൂടെയാണ് ഞാൻ ഓടിയത്. കുറേ ആൾക്കാർ ഫിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി കുറേ പേരൻസ് വരുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയ പട്ടിക്കുട്ടന്മാരായിട്ട് കുറേ ആൾക്കാർ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് നല്ല അടിപൊളി മൈൻഡ് റിഫ്രഷ്ഡ് ആയിട്ടാണ് കേട്ടോ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയത്. ചെറിയൊരു അടി ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും വീട്ടിലെത്തുമ്പോൾ നമുക്ക് കോംപ്രമൈസ് ആക്കുക എന്നുള്ള മെൻറ്റാലിറ്റിയിലായിരുന്നു. അവസാനത്തെ ഒരു 100 മീറ്റർ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര നല്ല സ്പീഡിൽ ഓടാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഓട്ടം ദേ ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. തിരിച്ച് വീട്ടിൽ വന്ന് 15 മിനിറ്റിനുള്ളിൽ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ബ്രാൻഡിനായിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു. ഇന്ത്യൻ സമയം അവർ 12 1 മണി എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങോട്ട് മാറ്റി വന്നപ്പോഴേക്ക് രാവിലെ 8:45 മീറ്റിംഗ് ആയി. നല്ല മീറ്റിംഗ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ മീറ്റിംഗിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും ഒരു ബ്രാൻഡിനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ബ്രാൻഡിൻ്റെ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുണ്ടായിരിക്കുമല്ലോ. എനിക്ക് അങ്ങനത്തെ ഒരു ചെറിയ നിർബന്ധമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ചെറിയ മീറ്റിംഗ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മനസ്സിലാക്കുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. കുട്ടി മീറ്റിംഗ് ആയിരുന്നു. ആ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം സ്വെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പുറത്ത് പോയി കുറച്ച് ശുദ്ധവായുവൊക്കെ ശ്വസിച്ചതിന് ശേഷം നമുക്ക് പോയി ഫ്രഷ് ആവാം. ഞാൻ മുകളിലിരിക്കുന്ന സമയത്ത് തന്നെ വിഷ്ണു വന്നത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ പ്രശ്നം നമുക്കൊന്ന് ചെറുതായിട്ട് കോംപ്രമൈസ് ആക്കാം. ഇപ്പം എന്തായിരുന്നു പ്രശ്നം എന്നുള്ളത് പോലും എനിക്ക് ഓർമ്മയില്ല. നമുക്കുണ്ടായിരിക്കില്ല എപ്പോഴും ആ സമയത്ത് നമ്മൾ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള സ്വഭാവം. അപ്പോൾ അതായിരുന്നു നമുക്ക് രണ്ടുപേർക്കും. ഇപ്പോൾ ഗാർഡനിലിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സമ്മർ ആകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഗാർഡനിനൊക്കെ. പിന്നെ ഞാൻ കുട്ടി താറാവിനെയും പിന്നെ ചെറിയ ചെറിയ തവളക്കുട്ടന്മാരെയൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ എല്ലാ കൊല്ലവും എന്തെങ്കിലും ചെറുതായിട്ട് നമ്മൾ ഗാർഡനിൽ ചെയ്യും കേട്ടോ. കാരണം സമ്മർ ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആകമൊത്തം ഒരു ആക്രാന്തം വരും. തുടക്കത്തിലെ കുറച്ച് ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആ ഒരു ഫേസിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസം നല്ല ബിസി ആവുകൊണ്ട് ചെറുതായിട്ടുള്ള ക്ലീനിങ് പരിപാടിയൊക്കെ ഗാർഡനിൽ ബാക്കിയുണ്ട് കേട്ടോ. നമുക്ക് മരമൊക്കെ ഒന്ന് വെട്ടി ഒതുക്കണം. പിന്നെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ പറിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ആ ചെറിയ പോണ്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് ക്ലീൻ ചെയ്യാം. അങ്ങനത്തെ കുറച്ച് പരിപാടി ബാക്കിയുണ്ട്. ഗുഡ് മോർണിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളി ഒരു ഓട്ടമൊക്കെ കഴിഞ്ഞ് ഗാർഡനിൽ ഇങ്ങനെ ഒന്ന് വേർപ്പൊക്കെ ഒന്ന് കുറയാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ യൂഷ്വലി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യാത്ത ആളാണ് കേട്ടോ. പക്ഷേ ഇന്ന് നല്ല ചൂടും അതേപോലെ തന്നെ നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല അടിപൊളി വർക്കൗട്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനും വിഷ്ണുവും ഓടുന്ന വഴിക്ക് ചെറിയ ജഗട വന്നതുകൊണ്ട് ഞങ്ങൾ 2 വഴിക്കാണ് ഓടി തിരിച്ചെത്തി ഇവിടെ വന്നിട്ടാണ് കോംപ്രമൈസ് ആക്കിയത്. അപ്പോൾ ഇന്നത്തെ ഗുഡ് മോർണിംഗ് ഇത് നമ്മുടെ പേരൻ്റെയും ആപ്പിളിൻ്റെയും ഒപ്പം നിന്നുകൊണ്ടാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കാലത്തിന് ശേഷം ഒരു മിനിറ്റ് ഞാനും കൂടെ വന്നിട്ടുണ്ടോ? എനിക്കും കാണുന്നത് ഒരു സാധനമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട് ഫുൾ തല കുത്തനെയാണ് കിടക്കുന്നത്. ഞാൻ കാര്യമായിട്ടുള്ള ക്ലീനിങ് ഒന്നും കഴിഞ്ഞൊരു 2 വീക്സ് ആയിട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അൽക്ക വന്ന തിരക്കായിരുന്നു, നമ്മൾ കുറേ ട്രാവലിംഗ് ആയിരുന്നു, പിന്നെ അൽക്ക പോയതിൻ്റെ വിഷമമായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് റുട്ടീനിക്ക് കയറി വന്ന് ഡച്ച് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു ഇതെത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ നല്ലോണം കുറച്ച് ഓർഗനൈസ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 2 മാസം മുന്നെയാണ് ഞാനൊരു ക്ലീനിങ് വീഡിയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസിങ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിലിട്ട്. ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കൂടുതൽ അങ്ങനത്തെ വീഡിയോ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ വരുന്ന 2 മാസം ഏറ്റവും കൂടുതൽ ക്ലീൻ അല്ലെങ്കിൽ എനിക്ക് ഓർഗനൈസ് ചെയ്യേണ്ട ഒരു ദിവസമായിരിക്കുന്നു. ഒരുപാട് കാര്യം ഓർഗനൈസ് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഐറ്റം എന്താ അറിയോ? നമ്മൾ സമ്മറായി കഴിഞ്ഞാൽ കിളികളെ വിളിച്ചു വരുത്താൻ വേണ്ടി ഇങ്ങനെ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കി അവർക്ക് വേണ്ട ഫുഡൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ വന്ന് കഴിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ടൗൺ സെൻറ്ററും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള കുറച്ച് ഫുഡൊക്കെ നമ്മൾ വാങ്ങിയിട്ട് വന്നു. എനിക്ക് ആ ഫുഡ് തൊടാൻ കുറച്ച് ടഫാണ്, കാരണം അതൊരു പുഴുവൊക്കെയാണ് ഉള്ളത് കേട്ടോ. പുഴു ഒന്ന് കാണിക്കുമോ? പുഴു കുറച്ച് ഉണങ്ങിയ പുഴുവാണ് തോന്നുന്നു. അപ്പോൾ നമ്മൾ അങ്ങനത്തെ 2 സംഗതിയാണ് ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ ഈ ഒരു മരത്തിൻ്റെ താഴെയായിട്ടും പിന്നെ ഒന്ന് നമ്മുടെ ഈ ഒരു ചെറിയ ഫെൻസിലും. ഞാൻ വർക്കൗട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാലും ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്യാറുണ്ട്. ഒന്ന് കൈയൊക്കെ ക്ലീൻ ചെയ്ത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയിട്ട്. പക്ഷേ ഇന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് പെട്ടെന്നൊരു കുളി പാസ്സാക്കിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ടാം.
എൻ്റെ ഒരു ദിവസത്തെ മേജർ ടൈം എടുത്തിരുന്ന കാര്യമാണ് കേട്ടോ കുളി. എപ്പോഴും ഞാൻ കുളിക്കാൻ കയറി കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോഴേക്ക് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ ഞാനത് മനസ്സിലാക്കി, ഇത് ഞാൻ എന്താ പറയുക, ഒന്ന് ഡീൽ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഞാനിപ്പോൾ എപ്പോൾ കുളിക്കാൻ കയറുമ്പോഴും ഞാനൊരു 15 to 20 മിനിറ്റ്സിൻ്റെ അലാം വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ കയറി ഇറങ്ങുക. കാരണം ടൈം ഒന്ന് ജസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷായി ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ബേസിക് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ 75 ഡേയ്സ് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് 75 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വരുന്ന കാര്യം തന്നെയായിരുന്നു നമ്മൾ ഡെയിലി സ്കിൻ കെയർ ചെയ്യുന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. അതിനുശേഷം മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്കൊരു കോളുള്ളതുകൊണ്ടേ പടയെന്ന് ചാടി എണീറ്റ് ഓടി തിരിച്ച് വന്ന് കോളറ്റിന് ചെയ്ത് കുളിച്ചു. ഇനി നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. പക്ഷെ അതിൻ്റെ മുന്നേ എനിക്ക് ചെറിയൊരു കോളും കൂടെ അറ്റൻഡ് ചെയ്യാണ്ട്. നേരത്തെ കോളിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആട്ടോ. ഇതാണ് എൻ്റെ വീടിൻ്റെ അവസ്ഥ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒതുക്കാനുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കോളിന് ശേഷം നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. പോയി കുളിച്ചോളൂ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് എന്തൊരു അടിപൊളി വെതറാന്നറിയോ. പൊട്ടും തണുപ്പില്ല കേട്ടോ. നമുക്ക് ഒരു ജാക്കറ്റിൻ്റെയും ഒന്നിൻ്റെയും ആവശ്യമില്ല. ചൂടെടുക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. പിന്നെ ഞാൻ പറയുന്നു, നാട്ടിലെ ടെമ്പറേച്ചറൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഒരു 20-22 അത്രയൊക്കെ ഉള്ളൂ. അതന്നെ എന്താ പറയുക, ഇവിടെ തണുപ്പുള്ളതുകൊണ്ടേ പെട്ടെന്ന് ചൂടായിട്ട് മാറുമ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ട്. അല്ല വിഷ്ണു? നമ്മൾ ഈ ടേബിൾ കാണിച്ചില്ലല്ലോ. വിഷ്ണു പുതിയ ടേബിൾ വാങ്ങിയിരിക്കുകയാണ്. വിഷ്ണു അല്ലാട്ടോ വാങ്ങി, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് വാങ്ങിയത് അല്ലേ? കാരണം വിഷ്ണുവിന് മറ്റേ സിയാറ്റിക്ക വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി എടുക്കരുത്, കാരണം അത് കുറച്ച് ടഫായി പോവും. അതുകൊണ്ട് നിൽക്കുക, ഇരിക്കുക, നടക്കുക എന്നുള്ള പൊസിഷനിൽ മാറി മാറി വേണം ജോലി എടുക്കാൻ. വിഷ്ണു ആണെങ്കിൽ ഒരു 16-17 മണിക്കൂർ ജോലി എടുക്കുന്ന ആളും കൂടെ ആവുമ്പോൾ വേണ്ടേ ഒരു 12, ഒരു 13, 10 എന്തായാലും ഉണ്ട് വിഷ്ണു. 10 എന്തായാലും ഉണ്ട്. 10 അല്ല കേട്ടോ, എനിക്ക് 12-13 ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു പുതിയ ടേബിൾ വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിളാണ്. ഇത് ഇന്നലെയാണ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞത്. അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും കൂടെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതും കൂടെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഐറ്റമാണ്. എൻ്റെ ഓഫീസിലും ഈ ഒരു ടേബിളായിരുന്നു കേട്ടോ. നമ്മളിത് എടുത്തത് ഫ്ലെക്സി സ്പോട്ട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ നിന്നാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയാണ് മെറ്റീരിയൽ. ആൻഡ് എന്താ പറയുക, ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഭയങ്കര ഫിനിഷിംഗ് ആണ് കേട്ടോ. സാധാരണ നമ്മൾ ഇവിടുന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫിനിഷിങ് ചില പ്രൊഡക്ട്സിലൊന്നും തോന്നാറില്ല. പക്ഷേ നിങ്ങൾക്ക് മെറ്റീരിയൽ നോക്കിയാലേ അറിയാം, നല്ല അടിപൊളി ഫിനിഷിംഗ് ആയിരുന്നു. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും അടിപൊളിയാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ മെമ്മറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇതിലാണ് നമ്മുടെ ടേബിള് മുകളിലോട്ട് ഹൈറ്റ് അഡ്ജസ്റ്റഡ് ആവുക. ഇത് നമുക്ക് താഴത്തോട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ നമ്മൾ മെമ്മറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരാൾ നിൽക്കുന്ന ഒരു ചെറിയ ഇതുണ്ട്, പിന്നെ ഒരാൾ ഇരിക്കുന്നതുണ്ട്. അപ്പോൾ ഇത് വിഷ്ണുവിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പുള്ളി ആ ഒരു ഹൈറ്റിൽ സെറ്റ് ആയിക്കോളും. പിന്നെ അതിനുശേഷം കണ്ടോ. പിന്നെ ഇതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. ഇന്നലെ റേച്ചേട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 3 പേരും കൂടെയാണ് ഇന്നലെ നമ്മളിത് ഫിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. പിന്നെ വേറെ 2 പൊസിഷൻസും കൂടെ നമുക്കിതിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. 1, 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ 2ൽ എൻ്റെ സ്റ്റാൻഡിങ് പൊസിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും എന്തൊരു ഐറ്റം വന്നാലും എൻ്റെ ഒരു മുദ്ര ഞാൻ അതിൽ തോപ്പിക്കും. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഒരു 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ടേബിൾ റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളൊരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ബിസി ആയിരുന്നല്ലോ കഴിഞ്ഞ 2 ആഴ്ച. അൽക്കിയും വൈശാഖ് സാറും ഉണ്ടായിരുന്നു, നമ്മൾ കുറേ ട്രാവലിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 2 ബോക്സ് ഇവിടെ ഇരിക്കുകയായിരുന്നു ഏകദേശം ഒരു 2-2.5 ആഴ്ചയായിട്ട്. ഇന്നാണ് ഇത് ഫിക്സ് ചെയ്യാനുള്ളൊരു അവസരം നമുക്ക് കിട്ടിയത്. റേച്ചേട്ടന് ഇങ്ങനത്തെ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫിക്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയും കൂടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടൂൾസും പുള്ളിയുടെ കയ്യിലുണ്ട് കേട്ടോ. പുള്ളിയുടെ വീട്ടിൽ സ്വന്തമായി TV വോളൊക്കെ ബിൽഡ് ചെയ്ത ഒരാളാണ്. അത് വേറെ തന്നെ ഒരു കഥയാണ്, അത് ഞാൻ പിന്നെ പറയാം. തൽക്കാലം നമുക്ക് ടേബിളിലോട്ട് തിരിച്ചു വരാം. നമുക്കിത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർ മാനുവലും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അവരുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്തത്. പിന്നെ കൂടുതലായിട്ട് റെഫർ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ക്ലിയർ ആയിരുന്നു വീഡിയോയിൽ തന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളത്.
പിന്നെ പ്രോസസ്സ് ഒട്ടും കോംപ്ലക്സ് ആയിരുന്നില്ല കേട്ടോ. ആകെ കുറച്ച് ഐറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും വീഡിയോ നോക്കി കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എളുപ്പമായിരുന്നു. പിന്നെ അതേ എല്ലാ സ്ക്രൂവും കാര്യങ്ങളും അവർ തന്നെ പ്രോപ്പർലി സെഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫിക്സിങ് പ്രോസസ്സ് വളരെയധികം സിമ്പിളായിരുന്നു. നമ്മൾ 3 പേരും കൂടെ ഫിക്സ് ചെയ്യാനിരുന്നിട്ട് ഏകദേശം ഒരു 1/4 മണിക്കൂർ പോലും എടുത്തില്ല ഇതൊന്ന് കംപ്ലീറ്റ് ഫിക്സ് ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ട്. നല്ല ഹെവി ആയിരുന്നു കേട്ടോ ഓരോ പാർട്സും. അതുകൊണ്ട് നമുക്ക് ഫിക്സ് ചെയ്യുമ്പോൾ 2 ആൾക്കാർ പിടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രോപ്പറായിട്ട് നേരത്തെ കണ്ടതുപോലെ ആ ഒരു കേബിളിൻ്റെ മുകളിലൊക്കെ മാർക്കിംഗ് ഉണ്ടായിരുന്നു ഏത് സോക്കറ്റിലാണ് ഏത് പിൻ ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ ഇവരുടെ പാക്കിംഗ് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം കേട്ടോ. ഓരോ എൻഡും അത്രയും സെക്യൂർ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രൊട്ടക്ഷനിലാണ് അവർ ഈ ഒരു ടേബിൾ പാക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കളറും കാര്യങ്ങളും എല്ലാം ചൂസ് ചെയ്ത് വിഷ്ണു തന്നെയായിരുന്നു കേട്ടോ. അത്യാവശ്യം വീട്ടിലാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡൈനിങ് ടേബിളിൽ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ 2 പേർക്ക് ഇവിടെ വന്നിരുന്ന് കഴിക്കാം. അത്രയും വലിയൊരു ടേബിൾ എന്തിനാണ് വിഷ്ണു വാങ്ങിച്ചിരിക്കുന്നതെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. എനിക്ക് ഫിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു വൈറ്റും ഗ്രീനും തമ്മിലുള്ള കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര അഫോർഡബിൾ പ്രൈസിനാണ് ഈ ഒരു ടേബിൾ വാങ്ങിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ടേബിളിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒപ്പം ഇവർക്കൊരു ബ്രാൻഡ് ഡേ വരുന്നുണ്ട്. അന്ന് നിങ്ങൾ ടേബിൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 200 to 300 euros നിങ്ങൾക്ക് ഡിസ്കൗണ്ടും ഉണ്ട്. എന്തായാലും താല്പര്യമുള്ളവർ കയറി നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. ടേബിൾ ഫിക്സിംഗ് ഒക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പ്രോപ്പർ ടൈമിൽ എന്തെങ്കിലും കുറച്ച് മീൽ കഴിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഡിലേ ചെയ്ത് കാരണം എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിത് മീറ്റിംഗ് ഇവിടെ തീർത്തു. നമുക്കിനി പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. എനിക്കാണെങ്കിൽ സാധാ കഴിക്കുന്ന സമയമൊക്കെ തെറ്റിയിരിക്കുന്നു. നല്ലോണം വിശക്കുന്നുണ്ടായി. ഇതിനിടയിൽ ഞാൻ നമ്മുടെ പാൻസിന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം മറ്റേ പാൻസിന് എന്തൊക്കെയോ ഒരു പ്രശ്നം, നടക്കുമ്പോഴൊന്നും കാല് പ്രോപ്പർ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഇരിക്കുന്നത് നമ്മുടെ പുതിയൊരു പെയിന്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ പുതിയ സാധനങ്ങൾ കാണിക്കാനുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു പാൻ കേക്ക് ആണ് കേട്ടോ. പാൻ കേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ ഷോർട്സിൽ എനിക്ക് പാൻ കേക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് പാൻ കേക്സിന്റെ റെസിപ്പീസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓട്സ് വെച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ യോഗേർട്ട് വെച്ചിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. ഇന്ന് നമ്മൾ അതിനൊക്കെ വളരെയധികം വ്യത്യസ്തമായി ഇന്ന് നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കുന്നത് സോയ ചങ്ക്സ് ഇല്ലേ, സോയ ചങ്ക്സ് തന്നെയല്ലേ പറയാം, സോയാബീൻ്റെ നമ്മളെ ഉണ്ട പോലുള്ള സാധനം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഒരു പാൻ കേക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ഒരു റെസിപ്പി എവിടെയോ കണ്ടതാണ് കേട്ടോ. എവിടെയെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അതും കുറച്ച് എൻ്റെ കയ്യിൽ നിന്നിട്ട് കുറച്ച് പൊടിക്കൈകളും കൂടെ വെച്ചിട്ട് നമ്മളിന്ന് ഒരു സോയ പാൻ കേക്ക് ഉണ്ടാക്കുകയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം, വളരെ എളുപ്പമാണ്. അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയട്ടെ കേട്ടോ. അന്ന് അൽക്ക പോയ വീഡിയോയിൽ അൽക്ക പറയുന്നുണ്ടായിരുന്നല്ലോ ആ ചിക്കൻ വരട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ കുറച്ച് കമൻസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ. എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം അതിൻ്റെ റെസിപ്പി. അത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കുന്നത്. ഒരു റെസിപ്പി ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാൻ മാത്രം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ ഷെയർ ചെയ്യാം. ആൻഡ് ഈ ഒരു സോയ പാൻ കേക്കിൻ്റെ റെസിപ്പി ഞാൻ നമ്മുടെ ഈ ഒരു ലോങ് വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് അതല്ലാതെ തന്നെ ഇതിൽ പറയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെത് ഞാൻ ഒരു ചെറിയ ഷോർട്സ് ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളധികം കുക്കിംഗ് ഒക്കെ നമ്മൾ ഷോർട്സ് ആയിട്ടില്ല ചെയ്യാറ്. സോ അത് ഞാൻ ഷോർട്സിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വരാം. അതുവരെ നിങ്ങൾക്ക് ചില്ല് ചെയ്തിട്ട് വരും. ഇന്നലെ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാൻ കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇങ്ങനത്തെയൊക്കെ ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം എനിക്കതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഉള്ളിവടയൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു വരുന്നുണ്ടായിരുന്നത്. ഇവിടെ സ്റ്റാർട്ട് ഓവർ ഉണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ക്ലിക്ക് ചെയ്യാൻ ബാറ്ററി ഇത് ബാറ്ററിയാണ്. വിഷ്ണു ദേ ഈ ഐറ്റം വെച്ചിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കും കൗതുകം ലേശം കൂടുതലാണല്ലോ. ഞാനും ഒന്ന് പോയി ക്രിക്കറ്റ് കളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ച് നേരം എനിക്ക് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലീനിങ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ആ പരിപാടിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ചെയ്ത് തീർത്തു. അപ്പോൾ ഒന്ന് ജസ്റ്റ് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഈ ഫോൺ നമ്മുടെ ഇൻഷുറൻസിന് അവർ അയച്ചതാണല്ലോ. അപ്പോൾ ഈ ഫോണിൻ്റെ കേസും അതേപോലെ തന്നെ സ്ക്രീൻ ഗാർഡും കൂടെ വാങ്ങിച്ച് ഒട്ടിച്ചതിന് ശേഷം ഈ ഫോൺ ഒന്ന് 2 days ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫോൺ റിട്ടേൺ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ്, കേസും സ്ക്രീൻ ഗാർഡിലത്തെ ഫോൺ എനിക്ക് ഉപയോഗിക്കാൻ ധൈര്യമില്ല. അപ്പോൾ എന്തായാലും അതൊന്ന് എടുത്തിട്ട് നമുക്ക് വരാം. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കുക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ പുറത്ത് പോയി വരുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. ഇന്ന് ഞാൻ ഫുൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വീട് ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കാനാണ്. അപ്പോൾ പുറത്ത് തന്നെ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ലഞ്ചും കൂടെ കഴിക്കാം.
അതാണ് ഇന്നത്തെ പ്ലാൻ. പോവാം. 1-2 കൊറിയേഴ്സ് റിട്ടേൺ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി DHL ആണ് ആദ്യം. നമ്മളിവിടെ ഹാഫ് ഡോർ സെൻറ്റർ എത്തി കേട്ടോ. വരുന്ന വഴിക്കൊക്കെ വീഡിയോ എടുക്കണമെന്നും വിഷ്ണു മറ്റേ DHL റിട്ടേൺ ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടായ കുറച്ച് അമളികൾ പറയണം എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ തുടങ്ങി ഞാൻ നിങ്ങളുടെ അടുത്ത് വർത്തമാനം പറഞ്ഞ് അവസാനിപ്പിച്ച് തൊട്ടിട്ട് ഞാൻ ഒരു കോളിലായിപ്പോയി. അതാണെങ്കിൽ എനിക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു കോളായിരുന്നില്ല. നമ്മുടെ ഇവിടുത്തെ ഒരു ഫ്രണ്ടിനായിട്ടുള്ള കോളായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നടന്നില്ല. ഇപ്പോൾ തൽക്കാലം നമ്മളിത് ഇവിടെ ഹാഫ് ഡോർ സെൻറ്റർ എത്തിയിട്ടുണ്ട്. സമയം കുറച്ച് ലേറ്റായി. ഞാൻ ആ കോള് കുറച്ച് എക്സ്റ്റെൻഡ് ആയി പോയി. വിഷ്ണുവിന് കുറച്ച് റിട്ടേൺ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ശേഷം നമ്മൾ ലഞ്ചിലോട്ട് കയറുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഹെവി ആയിട്ട് കഴിക്കാത്തതുകൊണ്ടേ നമുക്ക് ലഞ്ച് ഒരുപാട് നീട്ടി വെക്കാനായിട്ട് പറ്റില്ല. നല്ലോണം വിശക്കും. അതുകൊണ്ട് പോയി കഴിക്കാം. എൻ്റെ ഈ ലിപ് ഷെയ്ഡ് എങ്ങനെയുണ്ട് വിഷ്ണു? ഞാൻ 3 കളർ മിക്സ് ചെയ്തുണ്ടാക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് വർക്കിംഗ് ഡേ ആവുകൊണ്ടേ എല്ലാവരും വീട്ടിൽ ജോലി എടുക്കുകയായിരിക്കും. ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു മനുഷ്യനുമില്ല. പിന്നെ ഇവിടെ കുറേയൊക്കെ റെസ്റ്റോറൻറ്റ്സ് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് തുറക്കുക കേട്ടോ. പിന്നെ എന്തോ ഷെയ്ക്സ് ചിക്കൻ എന്നൊക്കെ കാണുന്നു. സാൻഡ്വിച്ചസ് ഒക്കെ ഉണ്ട്. നോക്കാം എന്താണ് ഡെഡിക്കേഷൻ. അങ്ങനെ നടന്ന് അവസാനം നമ്മൾ സ്ഥിരം പോകുന്ന ഒരു ഫലാഫൽ കുമ്പീറൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. ഏകദേശം ഒരു 7-8 കടയിൽ റെസ്റ്റോറൻറ്റ്സ് നമ്മൾ കയറി ഇറങ്ങിയിട്ടോ. ഒന്നും വിഷ്ണുവിന് പറ്റുന്നില്ല. അപ്പോൾ അവസാനം നമ്മൾ ഇവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഈ ഒരു സ്ഥലം വേണമെങ്കിൽ നമ്മുടെ സെക്കൻഡ് കിച്ചൺ എന്നൊക്കെ പറയാം കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഓടി വന്ന് നമ്മൾ കഴിക്കാറുള്ളൊരു സ്ഥലമാണിത്. നമുക്ക് 2 പേർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ലാമ്പിൻ്റെ റോളും ഉണ്ട്, അതേപോലെ തന്നെ ചിക്കൻ റോൾസും ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ഇവർ വെജീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇവർ റാപ്പ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് വന്ന് ഇവിടുന്ന് കഴിക്കാറുണ്ട്. ഇന്ന് എന്തായാലും നമ്മൾ റോളല്ല കഴിക്കുന്നത്, നമ്മൾ കുമ്പീറാണ് ഇവിടുന്ന് വാങ്ങിച്ച് കഴിക്കുന്നത്. കുമ്പീർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുമ്പീർ കഴിക്കാം. അങ്ങനെ നമ്മൾ കുമ്പീറൊക്കെ അടിച്ചു. കുമ്പീറിൻ്റെ പിന്നിലിപ്പോൾ ഒരു വലിയ കഥയുണ്ട് കേട്ടോ. ഞാൻ കുമ്പീറിൻ്റെ ഇവിടുത്തെ ബ്രാൻഡ് അംബാസഡർ ആവുന്നുണ്ട് എന്നുള്ളൊരു ചീത്തപ്പേര് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രദുവും ഗീതുവും റോസും അൻഷിഫിയും ഒക്കെ പോയി കഴിച്ചവർക്കൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എല്ലാ ഫുഡും ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പോൾ എനിക്ക് ഈ ഉരുളൻകിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഏത് ഫോമിൽ തന്നു കഴിഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ വേറൊരു ഫോമാണ്, കുറച്ച് ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്തായാലും കുമ്പീർ ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമ്മൾ നേരെ പോകുന്ന ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡും കേസും വാങ്ങിക്കാൻ വേണ്ടിയിട്ടാട്ടോ. സ്ക്രീൻ ഗാർഡ് നമ്മളിവിടെ നിന്ന് ഒട്ടിച്ചു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കേസ് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നാളെ വരും. നമ്മൾ സ്ക്രീൻ ഗാർഡൊക്കെ ഒട്ടിച്ചതിന് ശേഷം ഇനി നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ അധികം മാസം ഒരു ഡേ എനിക്ക് വേണ്ടി മാറ്റി വെക്കാറുണ്ട്. എൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള കുളി, എനിക്ക് വേണ്ട എൻ്റെ കുറച്ച് സ്കിൻ കെയർ, ബോഡി കെയർ പരിപാടിയൊക്കെ, പിന്നെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ വരുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാറുള്ളതാണ്. പക്ഷേ തിരക്ക് കാരണം ഈ മാസം ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ചെയ്യണം എന്ന് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് പ്ലാൻ ചെയ്തിട്ട് നടക്കാതിരുന്നൊരു കാര്യം നടത്താനാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. നമ്മൾ പോകുന്നത് ഇവിടെ അടുത്തുള്ള ഒരു ടൗൺ സെൻറ്ററും, ക്രോക്കസ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത്. ഒരു ചെറിയ ടൗൺ സെൻറ്ററുണ്ട്. ടൗൺ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TUIN നമ്മൾ പറയുന്നത് ഈ ഗാർഡൻ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ടച്ചിന്. കറക്റ്റ് എക്സാക്ട് മീനിങ് എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല എന്ന് മാത്രമല്ല, എനിക്ക് അറിയാത്തോണ്ട് ഭയങ്കര കോൺഫിഡൻസ് കിട്ടുന്നില്ല പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൗൺ സെൻറ്റർ മീൻസ് സംതിങ് റിലേറ്റഡ് വിത്ത് ഗാർഡൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നമുക്ക് മീനിനെ വാങ്ങിക്കാൻ കിട്ടും. മീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പുറത്തൊരു ചെറിയ പോണ്ടില്ലേ, എൻ്റെ മുഖം കാണിച്ചുകൊണ്ട് പറയാം. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഒരു ചെറിയൊരു പോണ്ട് ഉണ്ടല്ലോ, അതിൽ 2 മീൻ ഓൾറെഡി കിടക്കുന്നുണ്ട്. കഴിഞ്ഞ സമ്മറിൽ തന്നെ ഞാൻ വിചാരിച്ചാണ് ഒരു 2 മീനിനെയും കൂടെ ഇതിൻ്റെ ഉള്ളിൽ വാങ്ങിച്ചിടണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മീനിനെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഇവിടെ നമുക്കൊരു 2 മീൻ വാങ്ങിച്ചു കൊണ്ടുപോകാം. പിന്നെ നമ്മുടെ ഗാർഡനിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരുപാട് ചെടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ കൊല്ലം സമ്മറിൽ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയുന്നുണ്ടെങ്കിൽ, ഓർമ്മയുണ്ടെങ്കിൽ അറിയുന്നുണ്ടായിരിക്കും. ഒരുപാട് ചെടി വാങ്ങിച്ച് ഒരുപാട് പൈസ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ സമ്മറിന് വന്നു കഴിഞ്ഞാൽ ഒരു ആക്രാന്താണ് എന്തൊക്കെയാ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചെടി വാങ്ങിച്ച് ഒരുപാട് പൈസ കളഞ്ഞായിരുന്നു. ഞാൻ ആ ചെടിയൊക്കെ അധികം ഒന്നും വിൻഡറാകുമ്പോൾ ഒന്നും നിൽക്കില്ല, എല്ലാം പോയി പോകും. അതുകൊണ്ട് ഇക്കൊല്ലം ഞാൻ തീരുമാനിച്ച കാര്യമായിരുന്നു, ഞാൻ ചെടികൾ കാര്യമായിട്ടൊന്നും വാങ്ങിക്കില്ല. 2 ചെടിയാണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്നത്. അത് ഇന്ന് തന്നെ വാങ്ങിക്കണമെന്നില്ല കേട്ടോ, ഡ്യൂറിങ് നമ്മുടെ സമ്മർ ഇൻ 1 or 2 weeks. ഒരു റോസും വാങ്ങിക്കും, ഒരു ഓറഞ്ചും വാങ്ങിക്കും. ഈ 2 മാത്രമാണ് ഞാൻ ഈ ഒരു സീസണിൽ വാങ്ങിക്കാൻ പോകുന്നത്. എൻ്റെ ഈ അഭിപ്രായത്തെ പറ്റിയിട്ട്, തീരുമാനത്തെ പറ്റി വിഷ്ണുവിൻ്റെ അഭിപ്രായം എന്താണ്? ഈ കാണുന്നതാണ് നമ്മുടെ ഇൻട്രാ ടൗൺ. ഇവിടെ നമുക്ക് ഗാർഡനിൽ ആവശ്യമായിട്ടുള്ള എന്തായിട്ടോ അല്ലെങ്കിൽ കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസോ എന്ത് വേണമെങ്കിലും ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ കാണിച്ചില്ലേ ഒരു കുട്ടി താറാവിനെ വാങ്ങിയത്, അത് ഞാൻ ഇവിടെ നിന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ഇങ്ങനത്തെ തവള പീസിനൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ കഴിഞ്ഞ സമ്മറിൽ, അതൊക്കെ ഇവിടെ നിന്നായിരുന്നു. വിഷ്ണു ഓടി, വിഷ്ണുവിന് സെക്കൻഡ് നിൽക്കാൻ പറ്റില്ല കേട്ടോ. വിഷ്ണു വന്നത് മീൻ വാങ്ങിക്കാനാണ്, മീൻ വാങ്ങിക്കുന്നിടത്തേ നിൽക്കുള്ളൂ.
കഴിഞ്ഞ കൊല്ലം ഞാൻ ഈ ഭംഗിയൊക്കെ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയ കേട്ടോ. പക്ഷെ ഇതൊക്കെ വാങ്ങി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് 2 മാസം കിട്ടും. അത് കഴിഞ്ഞ് തണുപ്പം തുടങ്ങി കഴിഞ്ഞാൽ എല്ലാം തീരുമാനമാവും. ചെടിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇത്. കഴിഞ്ഞ തവണ വിഷ്ണുവിൻ്റെ പേരൻസ് വന്നപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വിഷ്ണുവിൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ചെടി. അപ്പോൾ അന്നും നമ്മൾ ഇവിടുന്ന് കുറേ സാധനം വാങ്ങിച്ചായിരുന്നു. അതൊന്നും കാര്യമായിട്ട് അങ്ങനെ പിടിച്ചില്ല കേട്ടോ. കാരണം പറഞ്ഞാൽ ഈ ഒരു സീസണിൻ്റെ പ്രശ്നം ഉണ്ടാവുകൊണ്ട് ഒന്നും അങ്ങനെ അധികം വരില്ല. റോസൊക്കെ നല്ല ഓപ്ഷനാണ്. കഴിഞ്ഞ കൊല്ലം വാങ്ങിയ റോസ് ഈ കൊല്ലവും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചെടി ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 2 ഓപ്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഗോൾഡൻ ഫിഷും പിന്നെ വേറെ ഏതൊരു ഫിഷും പറഞ്ഞു, ഞാൻ പേര് മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ചെറിയ സൈസും ഉണ്ടായിരുന്നു, പിന്നെ ഒരു മീഡിയം വരുന്ന വലുപ്പത്തിലുള്ളതും ഉണ്ടായിരുന്നു. നമ്മൾ മീഡിയം വരുന്ന 2 മീനുകളെയാണ് പിടിച്ചത്. ഗോൾഡൻ അല്ല, മറ്റേനെ എവിടെ ഞാൻ പേര് മറന്നുപോയി, സ്കാപ്പോ അങ്ങനെ എന്തോ ഒരു പേര് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കുറച്ച് ഗാർഡനിങ് ഒക്കെ തുടങ്ങിയോണ്ട് നമുക്കൊരു ഗ്ലൗവും കൂടി എടുക്കാം. എനിക്ക് ഗാർഡൻ ഗ്ലൗസ് ഉണ്ട്, ഗാർഡൻ ഗ്ലൗ ഉണ്ട്. വിഷ്ണുവിന് എടുക്കാം. തനിക്ക് മീഡിയ ലാർജാ വേണ്ട വരിക? നമ്മുടെ ഗാർഡനിൽ ഇപ്പം 2 എണ്ണം ഉള്ളത് കേട്ടോ മീൻ. പക്ഷെ അതിന് മുന്നിൽ 2 എണ്ണം ഉണ്ടായിരുന്നു. അതെവിടെ പോയി എന്നുള്ളത് അറിയാൻ പാടില്ല. നമ്മൾ എവിടെയോ നാട്ടിൽ പോയി വന്നപ്പോൾ ഒന്ന് മിസ്സിങ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്തത് മിസ്സിങ്. എനിക്ക് തോന്നുന്നു ഈ പക്ഷികളെങ്ങാനും എടുത്തുകൊണ്ടുപോയതായിരിക്കും. അതുകൊണ്ട് ഈ സമ്മറിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് വല അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇത്തവണ നമുക്കിവിടെ നോക്കിയിട്ട് വല കിട്ടിയില്ല. അപ്പോൾ നമുക്ക് നാളെയോ മറ്റന്നാളോ വന്നിട്ട് വല വാങ്ങിച്ചതിൻ്റെ മുകളിൽ വെക്കണം. അങ്ങനെ നമ്മൾ ഇവരെയും പൊക്കിയെടുത്തുകൊണ്ട് വീട്ടിൽ പോവുകയാണ്. ഇനി പുതിയ വീട്, ഇനി പുതിയ നാട്ടുകാർ, പുതിയ വീട്ടുകാർ, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഇവർക്ക്. നമ്മളിത് വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ ചെറിയ പോണ്ട് കേട്ടോ. ഇത് ഒരു കംപ്ലീറ്റ് എക്കോസിസ്റ്റം ആയിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ വളർന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വിദഗ്ധരായ ആൾക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞു ഇത് ക്ലീൻ ചെയ്യണ്ട. കാരണം ഇപ്പോൾ നമ്മൾ മീനിന് തീറ്റയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാ സിസ്റ്റവും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. പിന്നെ അങ്ങനെ ചെയ്യരുത് എന്നാണ് പറഞ്ഞത്, ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ നിലനിർത്തിയാൽ ഒരു എക്കോസിസ്റ്റം ആയിട്ട് മുന്നോട്ട് പോയിക്കൊള്ളുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു കവർ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇത് നേരെ നമ്മൾ മീൻ ഇടരുത് എന്നിട്ട് അവർ പറഞ്ഞു. അവർ കുറച്ച് നേരം നമ്മൾ ഈ കവർ ഇതിൻ്റെ മുകളിൽ വെച്ച് ഇതിലുള്ള ആൾക്കാരൊക്കെ ആയിട്ടൊന്ന് തനിക്ക് വെക്കണോ? നമ്മളൊന്ന് വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞു തുടങ്ങിയത് വീട് നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം എന്നൊക്കെയായിരുന്നു. പിന്നെ വാങ്ങിയ കുറച്ച് 1-2 ഐറ്റംസ് നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിക്ക് മാത്രം നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. ഓൾമോസ്റ്റ് വീഡിയോ പകുതി ഭാഗം കഴിയാനായി അല്ലേ. പക്ഷേ എന്തായാലും ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഫുൾ ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. വിഷ്ണു ആണെന്ന് ഡിന്നർ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും രാത്രി ഫുള്ള് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ വിഷ്ണു കുക്ക് ചെയ്യും, ഞാനിന്ന് ആ സമയത്തിനുള്ളിൽ ഫുൾ ക്ലീനിങ് തീർക്കും. ഇപ്പോൾ തൽക്കാലം ഒരു 1/2 മണിക്കൂർ ഞാനൊന്ന് പോയി കിടക്കട്ടെ. പുറത്തൊക്കെ പോയി വന്നപ്പോൾ കുറച്ച് ടയർഡായി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ട്. നമുക്കൊരു 4 മണി വരെ ഒന്ന് കിടന്നിട്ട് ഒരു 4 മണി 4:15 എണീറ്റിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. അതുവരെ ഗായ്സ് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് ഞാൻ എണീറ്റു. നമുക്ക് പെട്ടെന്ന് പോയി ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. നമുക്ക് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിലൊരു റൂം ഇന്നലെ വിഷ്ണുവിൻ്റെ റൂമും അത്യാവശ്യം നല്ല ചളവളായിരുന്നു. നമ്മൾ ആ ഫിക്സ് ചെയ്യുന്ന വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും സൈഡിലൊക്കെ. അപ്പോൾ ആ ടേബിൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ റൂമും തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആ റൂമും മറ്റേ ബെഡ്റൂമും താത്തോട്ട് ഇങ്ങോട്ട് ക്ലീൻ ചെയ്ത് തുടങ്ങാം. ഭയങ്കര ഡീപ്പ് ക്ലീനിങ് നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. എല്ലാം പ്രോപ്പറായിട്ട് റീപ്ലേസ് ചെയ്യുക, അടുക്കി പെറുക്കി വെക്കുക എന്നുള്ള പരിപാടിയാണ് ചെയ്യണത്. കാരണം മാസത്തിലൊരിക്കലും നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ക്ലീനിങ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വരാറുണ്ടല്ലോ. അപ്പോൾ ഈ മാസം അവർ വരുന്ന ഡേറ്റ് 19th ആണ്. അപ്പോൾ പിന്നെ ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒക്കെ അവർ വന്നിട്ട് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. തൽക്കാലം ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാം. വിഷ്ണു എണീറ്റിട്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണു ഡിന്നർ കുക്ക് ചെയ്യാന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന് മുന്നേ നമ്മൾ ഇന്നലെ ടേബിൾ ഫിക്സ് ചെയ്ത ഫുൾ കാർഡ്ബോർഡ്സ് മുകളിൽ കിടക്കുകയാണ്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെല്ലാം കൊണ്ട കളഞ്ഞും കൊണ്ട് നമുക്ക് നമ്മുടെ ക്ലീനിങ് തുടങ്ങാം. ഇതാണ് നമ്മുടെ ഏറ്റവും ടോപ്പ് ഫ്ലോർ കേട്ടോ. ഇവിടെയാണ് ഇന്നലെ നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ, ക്ലീൻ അല്ല, ആ ടേബിൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള വേസ്റ്റ് ഫുൾ ഇട്ടിട്ടുള്ള ആ ഏരിയയിലോട്ട് ഇപ്പോൾ കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് തൽക്കാലം നമുക്ക് കൊണ്ടുപോയി വേസ്റ്റിൽ കളയാം. ഞാൻ ആ വലിയ കാർഡ്ബോർഡ് താഴത്തോട്ട് ഇറക്കുന്നതിനിടയിലുണ്ടല്ലോ, ആ ഒരു ചെറിയ ബുക്കിൻ്റെ ഷെൽഫ് നിങ്ങൾ കണ്ടോ? ഷെൽഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ബുക്കിൻ്റെ ഒരു കുട്ടി സ്റ്റാൻഡ് ഇരിക്കുന്നുണ്ടായിരുന്നില്ലേ വുഡൻ, അത് താഴത്തോട്ട് തടാന്ന് പറഞ്ഞ് അങ്ങോട്ട് വീണു. അപ്പോൾ എന്തോ ഭാഗത്തിനൊന്നും പറ്റിയില്ല. താഴെ വിഷ്ണുവൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തലയ്ക്ക് വീണെന്നെങ്കിൽ ഉഷാറായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വലിയ ആപത്തുകളൊന്നുമില്ലാതെ പുള്ളി താഴെ ലാൻഡ് ചെയ്തു.
നെതർലൻഡ്സ് നല്ല അടിപൊളിയായിട്ട് വേസ്റ്റ് മാനേജ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് കേട്ടോ. നെതർലൻഡ്സ് എന്നല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് കൺട്രീസ് നല്ല ഇമ്പ്രൂവ്ഡ് ആയിട്ട് തന്നെയാണ് വേസ്റ്റ് ഒക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വേസ്റ്റ് മാനേജ് ചെയ്യുകൊണ്ട് തന്നെ നമുക്ക് വേസ്റ്റ് കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് അത്യാവശ്യം പണിയാണ്. ഈസി ആയിട്ട് നമുക്ക് എല്ലാം കൂടെ എടുത്തിട്ട് ഒരു കവറിലെടുത്തിട്ട് നമുക്ക് വേസ്റ്റിൽ കൊണ്ടിടാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം നമ്മൾ പ്രോപ്പർലി സെഗ്രിഗേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോരോ ബിന്നിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാർഡ്ബോർഡ്സ്, പേപ്പർ അതൊക്കെ വേറെയാണ് നമ്മളിടുക. പിന്നെ പ്ലാസ്റ്റിക്, ക്ലോത്ത്സ് അതൊക്കെ വേറെ വേസ്റ്റിലാണ് പോവുക. തൽക്കാലം നമ്മളിത് എല്ലാം വേറെ വേറെയാക്കി മാറ്റി വെച്ച് ഇവിടെ വേസ്റ്റ് ഇടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴാണ് ആ നഗ്ന സത്യം നമുക്ക് മനസ്സിലായത്. ഇവിടുത്തെ വേസ്റ്റ് ഫുള്ളാണ്. സാധാരണ രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് തിങ്കളാഴ്ചകൾ ഇവിടുത്തെ വേസ്റ്റ് ക്ലിയർ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാലും നമുക്ക് വേസ്റ്റ് ഇടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല എന്ന്. പക്ഷെ അവിടെ ഫുള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ കാർ എടുത്തിട്ട് ഇവിടെ സഞ്ചേട്ടൻ്റെ വീടിനടുത്തുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടാണ് നമ്മൾ വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്നത്. ആ ഒരു വലിയ പണി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും മുകളിലെ റൂം ഒന്ന് ഒതുക്കി തുടങ്ങാം. കുറേ ഡ്രസ്സാണ് നമുക്ക് എടുത്ത് വെക്കാനുള്ളത്. ഒരുപാട് ഡ്രസ്സ് എടുത്ത് വെക്കാനുണ്ട്. മടക്കി വെച്ചിട്ടുണ്ട് ബാക്കി പകുതി മടക്കാനുണ്ട്. പിന്നെ എൻ്റെ ഇന്ത്യൻ ഡ്രസ്സ് ഫുൾ ഗ്യാരേജിലായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 2 ഫുൾ പെട്ടിയിലാക്കിയിട്ട് നമ്മൾ ഗ്യാരേജിൽ കൊണ്ടുവച്ചിരിക്കുകയായിരുന്നു. അതെടുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് പ്രോപ്പർലി നമ്മുടെ വാർഡ്രോബിനകത്ത് എടുത്ത് വെക്കാം. അതിനുശേഷം കുക്കറിലെ പ്രഷർ തനിയെ കുറയുന്നത് വരെ ഏകദേശം 10-15 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക. വിഷ്ണു ഷാൻജിയോന്റെ വലിയ ആരാധകനാണ്. അപ്പോൾ വിഷ്ണു കടലക്കറി ഷാൻജിയോന്റെ വീഡിയോ നോക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് എൻ്റെ ക്ലീനിങ് നടക്കട്ടെ. ഇന്ന് രാവിലെ തൊട്ടുണ്ടല്ലോ ഞാൻ ക്ലീൻ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു നിൽക്കല്ല. അത് ആ പ്രസ്സിലോട്ട് അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആകെ ഇപ്പോൾ ചെയ്ത് കുറച്ച് വേസ്റ്റ് കൊണ്ട് കളയാന്നുള്ളതാണ്. നമുക്ക് പോയിട്ട് ക്ലീനിങ്. ഇതാണ് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. തുണികളാണ് മെയിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ എല്ലാ പില്ലോ കവറും ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി ഇട്ടു. ബാക്കി നമുക്കിനി ഇത്രയും ഡ്രസ്സ് മടക്കി വെക്കാനുണ്ട്. ഇത്രയും ഡ്രസ്സ് ഞാനിവിടെ മടക്കി വെച്ചത് ബെഡിൻ്റെ മുകളിൽ വെക്കേണ്ടതെന്ന് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ 2 ഗാർബേജ് ബാഗിൽ ഞാൻ ആക്കി വെച്ചിട്ടുള്ള എൻ്റെ ഇന്ത്യൻ ക്ലോത്ത്സ് ആണ് കേട്ടോ. ഇതിരിക്കുന്നുണ്ടായിരുന്നു പെട്ടിയിലായിരുന്നു. പക്ഷേ സഞ്ചേട്ടനും അച്ചുവച്ചൊക്കെ നാട്ടിൽ പോയപ്പോൾ നമ്മുടെ ട്രോളി അവർ കൊണ്ടുപോയി. അപ്പം ഞാൻ എടുത്ത് ചുമ്മാ ഈ ഒരു ബാഗിലാക്കി വെച്ച് എന്തായാലും ഈ ഒരു സെഷനിൽ മാറ്റാമെന്ന് വിചാരിച്ചതായിരുന്നു. ഇവിടെയാണ് ഞാൻ എൻ്റെ ഇന്ത്യൻ ക്ലോത്ത്സ് വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഈ 3 തട്ടില്ലേ. പക്ഷെ ഇന്നേ വരെ ഞാനത് വെച്ചിട്ടില്ല. ഇവിടെ നമുക്കൊന്ന് പ്രോപ്പർലി ഇപ്പോൾ എടുത്ത് വെക്കാം. നമ്മൾ ഈ ഒരു വീട്ടിലോട്ട് മാറിയിട്ട് ഏകദേശം ഒരു 6-7 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു വാർഡ്രോബ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കുക. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ വാർഡ്രോബ് വന്ന് നെക്സ്റ്റ് ഡേ നമ്മൾ എന്തായാലും ഈ ഇന്ത്യൻ ക്ലോത്ത്സ് എല്ലാം ഇതിൻ്റെ അകത്ത് എടുത്ത് വെക്കണം എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ ചില പണികൾ അങ്ങനെയാണ്, നീണ്ടു പോകും. അങ്ങനെ ഗ്യാരേജിൽ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമ്മുടെ ട്രോളിൻ്റെ അകത്ത് ഇരുന്ന ഡ്രസ്സുകൾ നമ്മൾ സക്സസ്ഫുള്ളി ഇവിടെ നമ്മുടെ വാർഡ്രോബിൻ്റെ അകത്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഷോള് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര നൊസ്റ്റാൾജി വന്നു കേട്ടോ. ഞാൻ എന്താ പറയുക, നാട്ടിലായിരുന്ന സമയത്ത് ടിക്ടോക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ധാവണിയൊക്കെ എടുക്കുന്ന അന്ന് നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടാണല്ലോ ടിക്ടോക്ക് ചെയ്യുക, മറ്റേ ലിപ്സിങ് പരിപാടി. അപ്പം അതിന് ധാവണി എന്തെടുക്കുമ്പോഴും എൻ്റെ അധികവും ഞാൻ ഇങ്ങനെ ഷോളാക്കി വെച്ചിരുന്ന ഒരു ഐറ്റം ആയിരുന്നു ഇത്. നാട്ടിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഭയങ്കരമായ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഓണം, വിഷു അങ്ങനെ സമയങ്ങളിൽ വാങ്ങിക്കുന്നുണ്ട്. ബാംഗ്ലൂർ എനിക്ക് ജോലി കിട്ടിയ സമയത്ത് ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിയത് എനിക്കിഷ്ടമായിരുന്നു. ഡ്രസ്സ് വാങ്ങിക്കാനും ഷോപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് ജോലിയൊക്കെ അവസാനിപ്പിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ അധികം പൈസ ഒന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ അമ്മയും അച്ഛനും ഒക്കെ ഡ്രസ്സ് വാങ്ങിക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളുള്ള ഡ്രസ്സ് മാറ്റിയിട്ടല്ലേ ഉപയോഗിക്കുക. അപ്പോൾ ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന ഒരു ഷോളാണത്. എനിക്കത് ഒരിക്കലും ഒഴിവാക്കാൻ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ഒപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ കുറച്ച് മെറ്റീരിയൽസിനോട് സെൻറ്റിമെൻറ്റ്സ് വരില്ലേ, അങ്ങനത്തെ പരിപാടി എനിക്കുണ്ട്. ഒട്ടും നല്ല സ്വഭാവമല്ല. ഞാൻ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് മാറി വരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ സൽവാറിൻ്റെ സെറ്റ്, ഷോള്, സ്കേർട്ട് അങ്ങനത്തെ ഐറ്റംസാണ് വെച്ചിട്ടുള്ളത്. പിന്നെ താഴെ സാരി, അതിൻ്റെ താഴെ നമ്മുടെ കുർത്ത, പിന്നെ സാരിയുടെ നമ്മൾ അടിയിൽ അണ്ടർ സ്കേർട്ട്, പിന്നെ ബ്ലൗസസ്, പിന്നെ ഇതിൻ്റെ താഴെ എൻ്റെ യൂഷ്വൽ സംഗതികളാണ് കേട്ടോ. മുകളിൽ എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം വെച്ചിട്ടുള്ളത്. തൊട്ട് താഴെ എൻ്റെ സമ്മറിലിടുന്ന ടീഷർട്ട്സ്, തൊട്ട് താഴെ സമ്മറിലിടുന്ന ട്രൗസേഴ്സും കാര്യങ്ങളും, നൈറ്റ് ഡ്രസ്സ് അതൊക്കെ. അതിൻ്റെയും താഴെ ഹൂഡി, വിൻ്ററിലിടുന്ന ടോപ്പെല്ലാം ഇല്ലേ, ഇതെല്ലാം വീട്ടിലിടുന്ന ഡ്രസ്സാണ് കേട്ടോ. പുറത്തിടുന്ന ഡ്രസ്സൊന്നും ഇവിടെ ഇല്ല. ഇതെല്ലാം നമ്മുടെ ഹൗസ് ക്ലോത്ത്സ് ആണ്. അതിൻ്റെ താഴെ ട്രാക്ക് പാൻസും എല്ലാം ആണ്. പിന്നെ എൻ്റെ സ്പോർട്ട് വെയർസും മുകളിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഈ ഒരു ഭാഗം. മറ്റൊരു സെഷൻ കംപ്ലീറ്റ് വിഷ്ണുവിൻ്റെയാണ് കേട്ടോ. അവിടെയാണ് വിഷ്ണുവിൻ്റെ വീട്ടിലിരുന്ന ക്ലോത്ത്സ് എല്ലാം.
ഇതിൽ ഏതൊക്കെ കുർത്തിയും സൽവാറും ബ്ലൗസസും ഒക്കെയാണ് നമുക്ക് പാകം എന്നുള്ളത് ഒന്ന് ഇട്ട് നോക്കിയാൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരിക്കുള്ളൂ. കാരണം ഞാനിവിടെ വന്ന കൊല്ലമല്ലേ, ആദ്യത്തെ കൊല്ലം കൊണ്ടുവന്ന ബ്ലൗസും കുർത്തിയും വരെ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. എൻ്റെ നിന്ന് ഒരിക്കലും അങ്ങനെ അധികം സാധനങ്ങൾ കേടുവന്ന് പോകാറില്ല. ഞാൻ ഭയങ്കര അധികം ശ്രദ്ധിച്ചെടുത്ത് വെക്കുന്ന ഒരാളാണ്. അപ്പോൾ ആദ്യത്തെ കൊല്ലത്തെ കുർത്ത വരെ ഇവിടെ ഉണ്ട്. എല്ലാം ഒന്ന് ഇട്ട് നോക്കിയിട്ട് പാകമുള്ളത് മാത്രം നമുക്കൊന്ന് മാറ്റി വെക്കണം ഇനി. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ഈ റൂം ഒതുക്കി തീർന്നിരിക്കുകയാണ് കേട്ടോ. ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കലേ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് ഈ ബെഡ്ഷീറ്റിൽ വിരിക്കേണ്ട നമ്മുടെ ക്വിൽറ്റിന്റെ കവറും അതേപോലെ തന്നെ ബെഡ്ഷീറ്റും ഒക്കെയാണ്. ഞാനത് ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഒരു 2-3 ഡേയ്സിൽ നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്ന ആൾ മാസത്തിലൊരിക്കൽ വരാറില്ലേ, പുള്ളിക്കാരി വരുമ്പോൾ ഇതെല്ലാം ചേഞ്ച് ചെയ്തോളും. തൽക്കാലം നമുക്ക് ഇതിവിടെ വെക്കാം. ബാക്കി റൂം മൊത്തം ഞാൻ ക്ലീൻ ചെയ്തിട്ടോ, ഞാൻ കാണിച്ചു. ഇതേ ഈ ഒരു സൈഡ് നമ്മൾ ഫുൾ നമ്മുടെ ഇന്ത്യൻ ക്ലോത്ത്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. താഴത്തോട്ട് നമ്മൾ മടക്കിയ എല്ലാ ക്ലോത്ത്സും റെഡി ആയിട്ട് വെച്ചു. അങ്ങനെ ഈ ഒരു ഭാഗം റെഡിയായി തീർന്നിട്ടുണ്ട്. മറ്റേ സൈഡ് വിഷ്ണുവിൻ്റെ സൈഡാണ്. വിഷ്ണുവിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഈ ഒരു സൈഡിലാണ് വിഷ്ണുവിൻ്റെ ക്ലോത്ത്സ് ഇരിക്കുന്നത്. ഇത് മുഴുവൻ വിഷ്ണുവിൻ്റെ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. മുകളിൽ ഹാങ് ചെയ്തിട്ടുള്ളത് എൻ്റെ ലോങ് ഡ്രസ്സസ് ആണ്. താഴത്തോട്ട് വിഷ്ണുവിൻ്റെ ഹൗസ് ക്ലോത്ത്സും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാർഡ്രോബ് കംപ്ലീറ്റ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു. ബെഡും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ വിരിക്കാനുള്ള ക്വിൽറ്റിൻ്റെ കവറും എല്ലാം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് മറ്റേ റൂമിലോട്ട് വെക്കാനുള്ളതാണ് കേട്ടോ. എക്സ്ട്രാ ബെഡ്ഷീറ്റ്സും ടവൽസും ഒക്കെ ഞാൻ അപ്പുറത്തെ റൂമിലാണ് വെക്കാറ്. അതും കൂടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ റൂം നമ്മൾ കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പൊളി, ഗുഡ് വർക്ക് ഐഷു. നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമിന് തൊട്ടടുത്ത് തന്നെയാണ് വിഷ്ണുവിൻ്റെ വർക്ക് റൂം കേട്ടോ. അപ്പോൾ വിഷ്ണു ഇവിടെ നിന്നിട്ട് എന്തൊക്കെയോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റൂം ഞാൻ ഇന്നലെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പരിപാടികൾ ഈ ഒരു റൂമിലില്ല. ഈ ഒരു റൂം ഞാൻ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ പലരും ചോദിക്കാറുള്ള ചോദ്യമാണ് നമ്മുടെ വീട്ടിൽ പൂജാമുറി ഇല്ലേ എന്നുള്ളത്. പൂജാമുറി ആയിട്ടില്ല, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലം തൊട്ട് സൈഡിലായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു നമുക്ക് ഇങ്ങോട്ട് ഇവിടെ നല്ല പ്ലാങ്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കുന്ന സ്ഥലം ഇങ്ങോട്ട് മാറ്റി ഈ ഒരു ചെറിയ സ്ലാൻഡിങ് ആയിട്ടുള്ള അതിൻ്റെ താഴെ നമുക്കൊരു എന്താ നീ ഇത് ഇങ്ങോട്ട് നീക്കി വെക്കല്ലേ. ഇത് നീക്കി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും, പക്ഷെ ടേബിൾ താഴില്ല. ടേബിൾ താങ്ങില്ല, ഇവിടെ തട്ടി നിൽക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ സ്ലാൻഡ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ താഴെ നമ്മളൊരു ബെഡ് ഇടുകയാണ്. നമുക്കൊരു ദിവാൻ പോലെ ഇങ്ങനെ ഉണ്ട തലോണയൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു കോർണർ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ഫോട്ടോ കോള് ചെയ്യാം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. നാളെ മാറുമെന്ന് അറിയില്ല. അപ്പോൾ അതാണ് ആ റൂമിൽ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാനുള്ളത്. അങ്ങനെ ഈ ഒരു 3rd ഫ്ലോർ ക്ലീനിങ് നമ്മൾ ഏകദേശം തീർത്തു. ഇവിടെയും ഞാനൊന്ന് കുളിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡ് ഞാൻ അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ലോണ്ടറി വരുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ക്ലോത്ത്സും, അതായത് സെക്കൻഡ് ടൈം നമുക്ക് ഒന്നും കൂടെ ഇടാമെന്ന് വിചാരിക്കുന്ന ക്ലോത്ത്സ് ഇല്ലേ, അതെല്ലാം നമ്മളിവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയും ഞാൻ ഏകദേശം ക്ലീൻ ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ ഇന്നത്തെ ക്ലീനിങ് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കും. സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 9-9 ഒക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ച് ഡിന്നർ കഴിക്കട്ടെ. ഇത്രയും ലേറ്റ് ആയിട്ട് ഞാൻ അധികം ഡിന്നർ കഴിക്കാറില്ല. എനിക്കത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലീനിങ് ഈ ഒരു ഫ്ലോറിൽ അവസാനിപ്പിക്കാം. നാളെ നമുക്ക് താഴെ കണ്ടിന്യൂ ചെയ്യാം. നാളെ നമുക്ക് ചെയ്യാനുള്ള എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ ഇരിക്കുന്നതൊക്കെ നമ്മുടെ വിൻ്റർ ബൂട്ട്സും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ കൊടുത്ത് നമുക്ക് എടുത്ത് വെച്ച് നമ്മുടെ സമ്മർ ഷൂസും സ്നീക്കേഴ്സും അതേപോലെ തന്നെ ചപ്പലുകളും എല്ലാം നമുക്ക് താഴെ കൊണ്ടുവയ്ക്കാം. പിന്നെ ജാക്കറ്റ്സ് എല്ലാം മുകളിൽ കയറ്റി വെക്കാം. അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ് നമുക്ക് താഴെ ചെയ്യാനുള്ളത്. അത് നമുക്ക് നാളെ ചെയ്യാം. പെട്ടെന്നൊന്ന് ഫ്രഷായി നമ്മുടെ സ്കിൻ കെയർ പരിപാടി എല്ലാം കഴിഞ്ഞു. വിഷ്ണുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കുക്കിംഗ് എല്ലാം കഴിഞ്ഞു, വിഷ്ണു ഒന്ന് കുളിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളത്. ഞാൻ താഴെ വന്നപ്പോൾ കണ്ടൊരു കാര്യം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വിഷ്ണു ദേ ഇവിടെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കടലക്കറിയും പുട്ടും. പിന്നെ കിച്ചണെല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് വിഷ്ണുവിനോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. വിഷ്ണു ഭയങ്കരമായിട്ട് കഴിഞ്ഞ ഒരു 1 ഇയറിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് വിഷ്ണു കുക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത്. അന്ന് വിഷ്ണുവിന് സിയാറ്റിക്ക വന്നിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അന്ന് ഫുൾ കാര്യങ്ങൾ ഒരാൾ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് ക്ലീനിങ് ഒന്നും ഭയങ്കരമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ അന്ന് 1-2 വീഡിയോയിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് എക്സ്പോസ്റ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം. കാരണം നമ്മൾ രണ്ടുപേരും ഒരുപോലെ ജോലി ഷെയർ ചെയ്തിട്ട് ഒരേ കാര്യങ്ങൾ മാത്രം ചെയ്തിരുന്ന ആൾക്കാരാണ്. അതൊരു ഭയങ്കര മിസ്റ്റേക്കാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം ഞാൻ കൂടുതൽ ക്ലീൻ ചെയ്യാൻ പഠിക്കും. അതിൻ്റെ ഒപ്പം തന്നെ വിഷ്ണു കൂടുതൽ കുക്ക് ചെയ്യാൻ പഠിക്കും ചെയ്തു. അപ്പോൾ നമുക്ക് എല്ലാ സ്കില്ലും അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും
വളരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലേ നമ്മളെല്ലാവരും ബെറ്റർ പേഴ്സൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. അങ്ങനെ വിഷ്ണു കഴിഞ്ഞൊരു 1 year ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള കാര്യമാണ് വിഷ്ണു കുക്കിംഗ് പഠിച്ചു എന്നുള്ളത്. കാരണം കുക്കിംഗ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എൻ്റെ ഒപ്പീനിയൻ കേട്ടോ. അത് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ലൈക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ അറിയുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മെയിനായിട്ടുള്ള ഹെൽപ്പിംഗ് ഹാൻഡ്സ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്തായാലും വിഷ്ണു ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഫുഡൊക്കെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് അപ്രീഷിയബിൾ. അത് ഞാൻ വിഷ്ണുവോട് പറഞ്ഞായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ ഇതിലും കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. നല്ല കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നാണല്ലോ. ഡിന്നർ കഴിച്ചതിന് ശേഷം എനിക്കൊരു ചിയ പുഡിങ്ങിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഇന്ന് ആക്കി വെച്ചാലാണ് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ പരിപാടിയും കൂടെ തീർത്തതിന് ശേഷം നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവാണ്. ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമുക്കൊരു മേജർ സമ്മർ റീഅറേഞ്ച്മെൻറ്റ് ഓർഗനൈസിങ് വീഡിയോ വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം, തനി മലയാളി. ടാറ്റാ.